ഹൃദ്യമായ പരിപാടികളോടെ വായനാ ദിനം ആചരിച്ച് മൗൺസൂൺ മെഡിക്കൽ കോളേജ്. മൗൺസൂൺ മെഡിക്കൽ കോളേജ് സെൻട്രൽ ലൈബ്രറിയും ഹൃദയ സ്റ്റുഡൻസ് യൂണിയനും ചേർന്നാണ് വായനാ ദിനാചരണം നടത്തിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ശ്രീദേവി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വായന ഈ കാലത്ത് അതിൻ്റെ നൂതന സാധ്യതകൾ തേടുന്നുവെന്നും പരമ്പരാഗത വായനയും ഡിജിറ്റൽ വായനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കോൺസെൻട്രേഷൻ കൂടുന്നതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പം അതിനകത്തിലുള്ള സ്ട്രക്ചേഴ്സും അതിനകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തറയും. അപ്പം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കുറേ കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ വായന പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജനറലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മൾ വായിക്കുമ്പം ആ വായിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു രൂപം നമുക്ക് ഉണ്ടാകാറുണ്ട്. വൈസ് ചെയർമാൻ സാമുൽ അബ്രഹാം, മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം, അഡ്മിനിസ്ട്രേറ്റർ അജോ ജോൺ, ചീഫ് ലൈബ്രറിയൻ പ്രസാദ്, പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സവിത എന്നിവർ പ്രസംഗിച്ചു. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ലൈബ്രറിയൻ ഡോക്ടർ ധന്യ പി റീഡിംഗ് ബിയോണ്ട് ദ ബുക്സ് എന്ന വിഷയത്തിൽ സംസാരിച്ചു. വിവരസാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് AI ടെക്നോളജിയും ഓൺലൈൻ വായനയും മനുഷ്യ ലൈബ്രറിയും ഹരിത ലൈബ്രറിയും എല്ലാം തന്നെ വായനയ്ക്കുമപ്പുറം ഒരു വിവരാത്മക കേന്ദ്രമായിട്ട് മാറുമെന്ന് ഡോക്ടർ സവിത പറഞ്ഞു. നമ്മളെല്ലാം നമ്മുടെ നാട്ടിലെ പബ്ലിക് ലൈബ്രറീസ് ആണ് കൂടുതൽ കാണുക, അല്ലെ? പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും നാട്ടിലുള്ള പബ്ലിക് ലൈബ്രറീസും അവിടുത്തെ ലിറ്ററേച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വായനകളാണ് സാധാരണ എല്ലാവരും കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലൈബ്രറി റീഡിംഗ് എന്നുള്ളൊരു ഹാബിറ്റ്, നമ്മൾ ബുക്ക് എന്നുള്ള സംഭവത്തിൽ തന്നെ ഇപ്പോഴും ഞാൻ പ്രസാദിനോട് ആദ്യമേ ചോദിച്ചിരുന്നത്, വിളിക്കുന്ന സമയത്ത് സാധാരണ സാംസ്കാരിക റിലേറ്റഡ് ആയിട്ടുള്ള എഴുത്തുകാരെയൊക്കെയാണ് സാധാരണ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊരു ചേഞ്ച് ആയിട്ട് നമ്മുടെ പ്രൊഫഷണൽസിനെ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആശയം ചോദിച്ചപ്പോൾ അത് ചേഞ്ചിനെ കുറിച്ചാണ്. മൈക്രോബയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ, ഫാർമക്കോളജി വകുപ്പ് മേധാവി ഡോക്ടർ നാരായണ റെഡ്ഡി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വകുപ്പുകളിലെ മേധാവിമാർ, മെഡിക്കൽ, നഴ്സിംഗ്, ഫാർമസി വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.